ഹലോ ഫ്രണ്ട്സ്, വില്ലേജ് ഫുഡ് മെമ്മറീസ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കേരള സ്റ്റൈൽ ചിക്കൻ കട്ട്ലറ്റാണ്. ട്രഡീഷണലി കട്ട്ലറ്റ് ഒരു ഫ്രഞ്ച് വിഭവമാണ്. ഓരോ രാജ്യത്തിലും കട്ട്ലറ്റ് പല വിധത്തിലാണ് തയ്യാറാക്കുന്നത്. വെസ്റ്റേൺ കൺട്രീസിൽ സാധാരണയായി തിൻ മീറ്റ് പീസസ് ബ്രെഡിൽ മുക്കി ഫ്രൈ ചെയ്താണ് കട്ട്ലറ്റ് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഈ കേരള സ്റ്റൈൽ ചിക്കൻ കട്ട്ലറ്റിൻ്റെ ചേരുവകളാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 500 ഗ്രാം ബോൺലെസ് ചിക്കൻ ബ്രസ്റ്റ്. ഈ ചിക്കൻ കുറച്ച് കുരുമുളകും ഉപ്പും ചേർത്തിട്ട് കുക്ക് ചെയ്തിട്ട് മിൻസ് ചെയ്തെടുക്കണം. ഒരു വലിയ പൊട്ടറ്റോ ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. 2 സവാള, ചുമന്ന സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം 300 ഗ്രാമോളമുണ്ട്. പൊട്ടറ്റോ 250 ഗ്രാമോളം വരും. എന്ന് പറഞ്ഞാൽ ചിക്കൻ്റെ പകുതി വെയിറ്റ്. 6-7 പച്ചമുളക്, 1.5 ടീസ്പൂൺ ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ചേർക്കാം. 40 ഗ്രാം ഇഞ്ചി ചെറുതായിട്ട് മിൻസ് ചെയ്തത്, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 2 ടേബിൾ സ്പൂൺ എണ്ണ ഈ ഉള്ളിയും മറ്റുള്ള ചേരുവകളും വഴട്ടിയെടുക്കാൻ, 2 മുട്ട. ഇതിൻ്റെ മുട്ടയുടെ വെള്ളയാണ് നമുക്ക് വേണ്ടത്. 1 കപ്പ് ബ്രെഡ് ക്രംസ്, കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും. ഇതെല്ലാം കൂടി എങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നതെന്ന് നോക്കാം. ചിക്കൻ കുക്ക് ചെയ്യാൻ വേണ്ടി 1/2 ടീസ്പൂൺ കുരുമുളകും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി ഇതിനെ കുക്ക് ചെയ്യാൻ പോവുകയാണ്. കട്ട്ലറ്റിന് വേണ്ടി എടുത്ത ചിക്കൻ ബ്രസ്റ്റ് കുക്ക് ചെയ്തെടുത്തതാണിത്. ഇത് ഞാനൊരു ഫുഡ് പ്രോസസ്സർ ഉപയോഗിച്ചിട്ടാണ് മിൻസ് ചെയ്യാൻ പോകുന്നത്. നന്നായിട്ട് മിൻസ് ചെയ്തിട്ടുണ്ട്. കട്ട്ലറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അരിഞ്ഞു വെച്ചിരുന്ന ഉള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും പച്ചമുളകും എല്ലാം ഞാൻ വഴട്ടിയെടുക്കുകയാണ്. ചൂടായ എണ്ണയിലേക്ക് ഉള്ളിയിട്ട് വഴട്ടുകയാണ്. അതോടൊപ്പം ഇഞ്ചിയും പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും തിളക്കുകയാണ്. ഉള്ളി നന്നായിട്ട് വഴളണം. ഇപ്പം 3-4 മിനിറ്റ് കഴിഞ്ഞു വഴട്ടാൻ തുടങ്ങിയിട്ട്. ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ഏകദേശം വഴന്നു വന്നു. അതിലേക്ക് ഞാൻ ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. എല്ലാം ഇപ്പോൾ വഴണ്ട് കഴിഞ്ഞു. ഇനി നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഷ്രെഡ് ചെയ്തെടുത്തിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം. കട്ട്ലറ്റിന് വേണ്ടി എല്ലാ ചേരുവകളും ഇവിടെ തയ്യാറായിട്ടുണ്ട്. മിൻസ് ചെയ്ത ചിക്കൻ ബ്രസ്റ്റ്, കുക്ക് ചെയ്ത് ഉടച്ചെടുത്ത പൊട്ടാറ്റോ, അതുപോലെ ഉള്ളി ഇഞ്ചിയും കറിവേപ്പിലയും പച്ചമുളകും കൂടെ വഴട്ടിയത്. ഇതിലേക്ക് ഇവിടെ എടുത്തു വച്ചിരുന്ന 1 ടീസ്പൂൺ പെപ്പർ പൊടി ചേർക്കുകയാണ്. നേരത്തെ ചിക്കൻ കുക്ക് ചെയ്തപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിരുന്നു. ഇനി ഒരു 1/2 ടീസ്പൂൺ കൂടി ഉപ്പ് ചേർക്കുകയാണ്. വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല, മല്ലിയില അവസാനം ചേർക്കാവുന്നതാണ്. എല്ലാം കൂടെ ചേർത്ത് ഞാനിപ്പോൾ നന്നായിട്ട് അത് മിക്സ് ചെയ്യുകയാണ്. ഇറച്ചിയും പൊട്ടറ്റോയും ഉള്ളി വഴട്ടിയതും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇത് നല്ല ബോൾ ഉണ്ടാക്കാൻ പരുവത്തിനായി. പക്ഷേ ഉപ്പ് നോക്കിയപ്പോൾ ഒരല്പം കുറവുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുകയാണ്. ഏകദേശം ഇതിന് 1.5 ടീസ്പൂണോളം ഉപ്പ് വേണ്ടി വരും. കൂട്ടത്തിൽ അരിഞ്ഞു വെച്ചിരുന്ന മല്ലിയിലയും ചേർക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കിയെടുക്കാം. കട്ട്ലറ്റിൻ്റെ മിക്സ് ഒരു ഉരുളയെടുത്ത് കൈ കൊണ്ട് നന്നായിട്ട് ഉരുട്ടിയിട്ട് ഇടത് കൈയും കൂടെ വെച്ച് അല്പം പ്രസ് ചെയ്തെടുക്കുക. ഓവൽ ഷേപ്പായിട്ടുണ്ടാക്കാം, റൗണ്ടായിട്ടുണ്ടാക്കാം. അത് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച്. സൈഡൊക്കെ നന്നായിട്ട് ഒതുക്കിയെടുക്കുക. എടുത്തു വച്ചിരുന്ന ചേരുവകൾ ഉപയോഗിച്ച് ഏകദേശം
ഈ വലിപ്പത്തിലുള്ള 20 കട്ട്ലറ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഈ കട്ട്ലറ്റുകൾ മുട്ടയുടെ വെള്ള നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചതിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ കവർ ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. ഞാനൊരു പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ അടപ്പാണ് ഇതിനെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഓവൽ ഷേപ്പിലുള്ള ഷേപ്പറോ വേറെ എന്തെങ്കിലും അല്ലാത്ത ഷേപ്പറോ ഉപയോഗിച്ചത് ചെയ്യാം. ഞാൻ കട്ട്ലറ്റിൻ്റെ സൈസും ഈ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ സൈസിനനുസരിച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം എല്ലാ കട്ട്ലറ്റും ഒരേ വലിപ്പത്തിലും ഒരേ റൗണ്ടിലും നമുക്ക് കിട്ടും. അത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കാഴ്ചയ്ക്ക് അത് വളരെ നന്നായിരിക്കും. ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ ചിക്കൻ്റെ ബ്രസ്റ്റാണ് നല്ലത്. ഫാറ്റ് കുറവായതുകൊണ്ട് അതിനെ നമുക്ക് കുക്ക് ചെയ്ത് ഷ്രെഡ് ചെയ്തെടുക്കുമ്പം വളരെ നന്നായിട്ട് വരും. ഞാൻ സാധാരണ കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ എല്ലാ കട്ട്ലറ്റും ഒന്നിച്ച് ഫ്രൈ ചെയ്യാറില്ല. കുറേ കട്ട്ലറ്റ് എടുത്ത് ഫ്രീസ് ചെയ്യും. ഫ്രീസ് ചെയ്ത് കട്ട്ലറ്റ് ഫ്രൈ ചെയ്യാൻ എടുക്കുന്നതിന് മുമ്പ് അത് റൂം ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരണം. ഒന്നുകിലൊരു പ്ലേറ്റിൽ നിരത്തി വെച്ചൊന്ന് മൈക്രോവേവ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഒരു കുറച്ച് സമയം വെളിയിൽ വെക്കുമ്പോൾ അത് റൂം ടെമ്പറേച്ചറിൽ വരും. പിന്നെ നമുക്കിതുപോലെ മുട്ടയുടെ വെള്ളയിൽ മുക്കി ബ്രെഡ് ക്രംസും കോട്ട് ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. കട്ട്ലറ്റ് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ഞാനൊരു പാനിലൊഴിച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കുകയാണ്. എണ്ണ ഒരുപാട് ചൂടാകരുത്. കട്ട്ലറ്റ് ഇട്ടാലുടനെ അത് പുറം കരിഞ്ഞു പോകും. ഒരു മീഡിയം ഫ്ലെയിമിൽ എണ്ണ ചൂടായ ശേഷം കട്ട്ലറ്റ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു വശം ചെറുതായിട്ട് മൂക്കുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. ആദ്യം ഇട്ട 5 കട്ട്ലറ്റ് ഏകദേശം ഫ്രൈ ആകാറായി. ഒരു മീഡിയം ടു ഡാർക്ക് ബ്രൗൺ ആകുമ്പോഴത്തേക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരണം. എണ്ണയിൽ മുങ്ങിക്കിടക്കണം, അല്ലെങ്കിൽ കട്ട്ലറ്റ് പൊട്ടിപ്പോവും. മീഡിയം ഫ്ലെയിമിൽ ഇത് മൂക്കുമ്പോൾ ആകെപ്പാകവും ഒരുവിധം നന്നായിട്ട് മൂത്ത് വരും. ഇതിപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. ഞാനിതിനെ എണ്ണയിൽ നിന്ന് കോരാൻ പോവുകയാണ്. കോരി ഒരു പേപ്പർ ടവൽ വെച്ച് പാത്രത്തിലേക്ക് മാറ്റുക. അതിനകത്തുള്ള അധികമുള്ള എണ്ണ അതിനകത്തേക്ക് അബ്സോർബ് ചെയ്യും. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കട്ട്ലറ്റാണ്. നിങ്ങൾക്ക് ഇതുപോലെ ഷേപ്പ് ചെയ്ത് വെച്ചിട്ട് ഇത് ഫ്രീസറിൽ വെച്ചാലും പിന്നീട് നിങ്ങൾക്കുണ്ടാക്കാം. മുട്ടയ്ക്കകത്ത് മുക്കി ബ്രെഡ് ക്രംസ് കവർ ചെയ്തിട്ട് കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയാലും കുറച്ച് നാൾ ഫ്രീസ് ചെയ്ത് വെക്കാൻ പറ്റും ഇത്. അതുപോലെ ഇതിന് ലഞ്ചിൻ്റെയും ഡിന്നറിൻ്റെയും സ്റ്റാർട്ടറായിട്ട് കഴിക്കാനും ചോറിൻ്റെ കൂടെ കഴിക്കാനും ഇത് വളരെ നല്ലതാണ്. ബ്രെഡിനകത്ത് വെച്ച് സാൻഡ്വിച്ച് ഉണ്ടാക്കാനും വളരെ നല്ലതാണ്. ബീഫ് കൊണ്ടോ ഫിഷ് കൊണ്ടോ ഒക്കെ ഇതുപോലെ നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കാം. പക്ഷേ ഇത് റേഷ്യോ ഉപയോഗിച്ചാൽ മതി. കുറച്ചുകൂടെ എരിവ് വേണമെങ്കിൽ കുറച്ച് പച്ചമുളകും പെപ്പറും കൂടുതൽ ചേർക്കാം. എരിവ് കുറച്ചാണെങ്കിൽ പച്ചമുളകിൻ്റെയും പെപ്പറിൻ്റെ അളവ് കുറച്ചാൽ മതി. പൊട്ടാറ്റോയുടെയും ചിക്കൻ്റെയും ഉള്ളിയുടെയും ഒക്കെ റേഷ്യോ കറക്റ്റായിട്ടാണുള്ളത്. അതനുസരിച്ചിട്ട് കട്ട്ലറ്റിൻ്റെ ടെക്സ്ചറൊക്കെ നന്നായിരിക്കും. നിങ്ങളിത് തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം. കമൻറ്റ്സ് എഴുതാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.